ഇന്ന് എൻ്റെ ഫ്രണ്ട് എൻ്റെ അടുത്ത് അവളുടെ ഒരു വിഷമം ഷെയർ ചെയ്തു. അത് കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇപ്പോഴും ചില വീടുകളിലൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ടല്ലോ എന്ന്. എന്താണെന്ന് വെച്ചാൽ അവൾക്കൊരു ബ്രദറുണ്ട്. അപ്പം ഈ വീട്ടിലെ കാര്യങ്ങളെല്ലാം ഇവളെ കൊണ്ടാണ് ഇവളുടെ അമ്മ ചെയ്യിപ്പിക്കുന്നത്. തുണി കഴുകുന്നതാണെങ്കിലും തുടയ്ക്കുന്നതാണെങ്കിലും തൂക്കുന്നതാണെങ്കിലും എന്താണെങ്കിലും ഇവൾ വേണം ചെയ്യാൻ. ഇവളുടെ സ്വന്തം കാര്യങ്ങളും ഇവൾ തന്നെയാണ് ചെയ്യുന്നത്. ആൻഡ് ബ്രദറിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ അമ്മയ്ക്കൊരു സോഫ്റ്റ് കോർണറാണ്. വേണ്ട, അവൾ ഒന്നി ചെയ്തു തരാം അല്ലെങ്കിൽ ഞാൻ ചെയ്തു തരാം എന്നുള്ളൊരു സോഫ്റ്റ് കോർണർ ബ്രദറിൻ്റെ അടുത്തുണ്ട്. അപ്പോൾ ഇത് കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇപ്പോഴും ചില വീടുകളിൽ ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ട്. ചില അമ്മമാരുണ്ട്, ആൺമക്കളെ കൊണ്ട് ഒന്നും ചെയ്യിപ്പിക്കത്തില്ല, അവരെ കൊണ്ട് ഒരു ജോലിയും ചെയ്യിപ്പിക്കത്തില്ല. ചിലപ്പോൾ അവർക്ക് കാണുമായിരിക്കാം ചിലപ്പോൾ ജോലികളൊക്കെ ചെയ്യണമെന്ന്. പക്ഷേ ചില അമ്മമാർ സമ്മതിക്കും, വേണ്ട നീ ചെയ്യേണ്ട, ആൺപിള്ളേരെ ജോലികളൊന്നും ചെയ്തുകൂടാന്നുള്ളത്. അപ്പോൾ പെൺപിള്ളേർ എന്തിനാണ് ജോലി ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോൾ കല്യാണം കഴിപ്പിച്ച് വിടാനാന്ന് പറയും. അപ്പം ആക്ച്വലി കല്യാണമൊന്നും അല്ല നമ്മളുടെ ജീവിതത്തിലൊരു ഇമ്പോർട്ടൻ്റ് കാര്യം. നമ്മളിപ്പോൾ ഒരു പുറത്ത് പോയി താമസിക്കുമ്പോഴോ നമ്മളെ പേരൻസ് സിബ്ലിങ്സ് ആരും ഇല്ലാതെ നമ്മൾ വേറൊരു സ്ഥലത്ത് പോയി പുറത്തൊരു രാജ്യത്ത് പോയി താമസിക്കുകയാണെങ്കിൽ പോലും നമുക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ജീവിക്കണമെങ്കിൽ ബേസിക്കായിട്ട് നമ്മൾക്കറിയാം, കുക്കിംഗ് വേണം, നമ്മളുടെ കാര്യങ്ങൾ ചെയ്യാനറിയണം, നമുക്കതിനുള്ള പ്രാപ്തി ഉണ്ടായിരിക്കണം. അപ്പോൾ അതൊന്നും ഇല്ലാതെ ഒരു പെണ്ണാണെങ്കിലും ആണാണെങ്കിലും ഒരിക്കലും അവർക്ക് ഒരിടത്തും സർവൈവ് ചെയ്യാൻ പറ്റില്ല. ഗേൾസും ഉണ്ട് ബോയ്സും ഉണ്ട് അവരുടെ സ്വന്തമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ അറിയാത്തവർ. ആരെങ്കിലും ചെയ്തു കൊടുത്താൽ മാത്രമേ അവർക്ക് സർവൈവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം നമ്മൾ ആദ്യം കുഞ്ഞിലേ മുതലേ പഠിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ എങ്ങനെ സെൽഫായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യണം, ഒരിടത്ത് പോയി കഴിഞ്ഞാൽ എങ്ങനെ നമ്മളെ കൊണ്ട് സർവൈവ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ കാര്യങ്ങൾ പഠിക്കുക എന്നുള്ളത് ഒരു ബേസിക് ഹ്യൂമൻ തിങ് ആണ്. അപ്പോൾ അത് ജെൻഡർ ഒന്നും ഇല്ലാതെ ചെയ്യേണ്ടുള്ളൊരു കാര്യമാണ്. അപ്പം ഇവിടെ വന്ന് അതെനിക്ക് പറയണമെന്ന് തോന്നി, കാരണം ഇപ്പോഴും ചിലയിടത്ത് ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒരു ഫാമിലി ആകുമ്പോൾ എല്ലാവരെയും അങ്ങോട്ടും ഇങ്ങോട്ടും കെയർ ചെയ്യുക, നമ്മൾ ഹെൽപ്പ് ചെയ്യുക, ഈക്വലായിട്ട് എഫേർട്ട് ഇടുക. അപ്പോൾ ഓക്കെ, ബൈ.